എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗോതമ്പ് പൊടി വെച്ചിട്ട് ഏത് നേരവും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഗോതമ്പ് പൊടി വെച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തിയുമാണ്, അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അതേപോലെ ഇത് ഉണ്ടാക്കാനായിട്ടും ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ആട്ടയൊന്നും ചേരാത്ത പ്യുവറായിട്ടുള്ള ഗോതമ്പ് പൊടിയാണ് എടുക്കേണ്ടത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകം ചേർക്കുന്നത് ഓപ്ഷണലാണ്, അപ്പോൾ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് തേങ്ങ ചിരകിയതാണ്. ഞാനിപ്പോൾ ഇത്രത്തോളം തേങ്ങ ചേർക്കുന്നുണ്ട്. തേങ്ങ ഇനി കൂടിപ്പോയാലും കുഴപ്പമില്ല, തേങ്ങ കുറച്ച് കൂടുതൽ എടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് കുറച്ച് ഓയിൽ ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിൽ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സ് ആയിട്ട് വരണം. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള വെള്ളമാണ്. അപ്പോൾ വെള്ളം നമുക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഒരുപാട് കൂടി പോകരുത്, കുറേശ്ശെ നോക്കിയിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ തന്നെ നമുക്ക് വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇത് ഭയങ്കര ടൈറ്റായിട്ട് കുഴച്ച് കഴിഞ്ഞാൽ നമ്മുടെ പലഹാരം ഭയങ്കര ടൈറ്റായിട്ടിരിക്കും. അതേപോലെ തന്നെ സോഫ്റ്റായിട്ടും കിട്ടാനായിട്ടും എളുപ്പമായിരിക്കില്ല. അതുപോലെ തന്നെ വെള്ളം കൂടി കഴിഞ്ഞാലും ബോൾസ് ആക്കാനായിട്ടും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ മാവ് കുഴയ്ക്കേണ്ടത്. അപ്പോൾ വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ചേർക്കാവുന്നതാണ്. ഈ ഒരു പലഹാരം നമുക്ക് അരിപ്പൊടി വെച്ചിട്ടും ചെയ്തെടുക്കാം. പക്ഷേ അരിപ്പൊടിയേക്കാളും ഗോതമ്പ് പൊടി വെച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റായിട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മളിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ ബോൾസ് ആക്കി മാറ്റാം. അപ്പോൾ നമുക്ക് രണ്ട് കൈയിലും എണ്ണ പുരട്ടിയതിന് ശേഷം നല്ലതുപോലെ ഇത് ബോൾസ് ആക്കി മാറ്റിയെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ, അതായത് ക്രാക്കൊന്നുമില്ലാതെ നല്ല സോഫ്റ്റായിട്ട് വേണം, അതായത് ക്രാക്കൊന്നുമില്ലാണ്ട് നന്നായിട്ട് ഇതേപോലെ ഉരുട്ടിയെടുക്കണം. ഇതുപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഇത് നമുക്ക് ഒന്നെങ്കിൽ ആവിയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ വെള്ളത്തിലിട്ടിട്ടോ വേവിച്ചെടുക്കാവുന്നതാണ്. സാധാരണ നമ്മൾ അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ ആവിയിൽ വേവിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഗോതമ്പ് പൊടി വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ വെള്ളത്തിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത്രത്തോളം ബോൾസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ട് ആ ഒരു വെള്ളത്തിലേക്ക് നമ്മുടെ ബോൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ ബോൾസും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇത് മൂടി വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കാൻ പാടില്ല, കാരണം ഇത് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കും. ഏകദേശം ഒരു 15 മിനിറ്റ് നേരം ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു 7 മിനിറ്റിന് ശേഷം ഇത് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ബോൾസ് എല്ലാം മുകളിലേക്ക് പൊന്തി വരുന്നുണ്ട്, അതായത് ഇതെല്ലാം നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. നമ്മൾ സാധാരണ അരിപ്പൊടി വെച്ചിട്ട് ചെയ്യുമ്പോൾ അത് ബോൾസ് ആക്കിയിട്ട് വെള്ളത്തിലിട്ടിട്ട് തിളപ്പിക്കുന്ന ആ ഒരു വെള്ളം കുടിക്കാനായിട്ട് വളരെ ടേസ്റ്റാണ്. പക്ഷേ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഈ ഒരു വെള്ളം കുടിക്കാനായിട്ട് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. സാധാരണ നമ്മൾ ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുകയാണെങ്കിലും ഏകദേശം 20 മിനിറ്റ് നേരം വേവിക്കണം. ഈ ഒരു സമയത്ത് ഇത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി കൊടുക്കുന്നുണ്ട്. ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കോരിയെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാം ആ ഒരു വെള്ളത്തിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1-2 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വറ്റൽമുളക് ചേർക്കുന്നത് ഓപ്ഷണലാണ്. കുറച്ച് എരിവ് ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്, അതുകൊണ്ടാണ് നമ്മൾ വറ്റൽമുളക് ചേർക്കുന്നത്. അതുപോലെ തന്നെ 1-2 വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗോതമ്പ് പൊടി വെച്ച് ചെയ്യുമ്പോൾ ഒരുപാട് എരിവ് ഉണ്ടായാൽ വലിയ ടേസ്റ്റ് കാണില്ല. അപ്പോൾ
അപ്പോൾ ഇതെല്ലാം വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം വാടി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് നേരത്തെ നമ്മൾ വെള്ളത്തിൽ നിന്ന് കോരി മാറ്റി വെച്ച ബോൾസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ രാവിലെയൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. അതുപോലെ തന്നെ വൈകുന്നേരം കുട്ടികൾക്ക് സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് കൊടുക്കാനായിട്ടും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണിത്. ഇനിയിപ്പോൾ ഡിന്നറിന് കഴിക്കാനായിട്ടും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ അതെല്ലാം നന്നായിട്ട് മിക്സായി വരുന്ന സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ചേർക്കുന്നുണ്ട്. മാവ് കുഴയ്ക്കുന്ന സമയത്ത് തേങ്ങ ചേർത്തതാണ്, എങ്കിലും ഈ ഒരു സമയത്ത് നമ്മൾ തേങ്ങ ചിരകിയത് ചേർക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് വളരെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വീണ്ടും വീണ്ടും ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനായിട്ട് പറ്റുന്ന നല്ലൊരു സ്നാക്ക് കൂടിയാണിത്. അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. സോ താങ്ക് യു.